വന്നു. രാജ്യമാകം യുവാക്കൾക്ക് തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്നു. ആ ജനാധിപത്യ മര്യാദ നിങ്ങൾക്ക് ഓർമ്മ വരാൻ. ഞങ്ങളൊക്കെ 10-15 വർഷമായിട്ട് കേരളത്തിൽ സമരം ചെയ്യുന്ന ആളുകളാണ്. എന്നിട്ടൊന്നും ഇത്തരത്തിലുള്ള രാജ്യമൊന്നും കേരളത്തിൽ കണ്ടില്ലല്ലോ. ശബരിമല സമരം നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നല്ലോ. എത്ര കഴിഞ്ഞ സർക്കാരിന്റെ ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെച്ചോ? അതല്ലേടോ നമ്മുടെ അടവ് നയം. 3 ദേവസ്വം പ്രസിഡന്റുമാരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 3 എൻ വാസു, എ പത്മകുമാർ, കഴിഞ്ഞ ദിവസം PS പ്രശാന്തും. എന്തേ അന്നത്തെ ദേവസ്വം മന്ത്രി രാജിവെച്ചിരുന്നോ? അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കമൊന്നും മറ്റൊരു പ്രസ്ഥാനത്തിനും ഇല്ല. ആര്യ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ജനാധിപത്യ മര്യാദ ഈ രാജ്യത്തിന് ചരിത്രത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് BJP തന്നെയാണെന്നേ. സാധാരണ ചോദിച്ചാൽ സമാനമായിട്ടുള്ള അനുഭവം UPA കാലത്ത് ഉണ്ടായപ്പോൾ ഈ ഇന്നത്തെ നീറ്റിന്റെ മുൻപത്തെ സംവിധാനമായിട്ടുള്ള ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ്, ആ ടെസ്റ്റ് 2008 അതിന്റെ പേപ്പർ ലീക്ക് ആയപ്പോഴത്തേക്ക് അന്നത്തെ HR മിനിസ്റ്റർ രാജിവെച്ചിരുന്നോ? ഇല്ലല്ലോ. 2012 എയിംസിന്റെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിന് ചോദ്യ പേപ്പർ ലീക്കായി. അന്നത്തെ HR മിനിസ്റ്റർ രാജിവെച്ചിരുന്നോ? 2008 +2 CBSE +2ന്റെ ചോദ്യ പേപ്പർ ലീക്കായി. അന്നത്തെ HR മിനിസ്റ്റർ രാജിവെച്ചിരുന്നോ? ഒന്നും ചെയ്തിട്ടില്ല. ഇത് എന്ത് പറ്റി? കുറച്ചു മുമ്പ് 7 മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിന്. ഇതേ രീതിയിൽ തന്നെ പോയിരുന്നു. ഒന്നും നടന്നിട്ടില്ല. ഇവിടെ നോക്കൂ, ഞങ്ങൾ രാജിവെച്ചു, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, ചെറുപ്പക്കാരോട് സംസാരിച്ചു. ഭരിക്കുന്ന സർക്കാരുമായി മാറിയത് അവർ എക്സ് ഗവൺമെന്റും നിങ്ങൾ ഗവൺമെന്റുമായി മാറിയതിന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവല്ലോ. നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ആ കാരണത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തല്ലോ. ആ കാരണത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചല്ലോ. കഴിഞ്ഞ ദിവസം വരെ നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? നമ്മൾ ഇതിനു മുമ്പ് ഞാൻ മാതൃഭൂമി ചാനലിൽ തന്നെ ഇരുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം എന്താണ്? രാജിവെക്കാത്തത് എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പോൾ രാജിവെച്ചപ്പോൾ ചോദിക്കുന്നു വെപ്പിച്ചതാണോ എന്ന്. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, എന്ത് വന്നാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതിനകത്തൊരു സംശയമില്ല. പക്ഷേ ഞങ്ങൾ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചത് തന്നെയാണ്. മറ്റാരും അങ്ങനെ ചെയ്തിട്ടുമില്ല. നിങ്ങൾ കേരളത്തിലെ ഉദാഹരണം എടുത്തു. കേരളത്തിലെ PSC സമരങ്ങൾ എടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യം ഭരിക്കാത്തതുകൊണ്ട് ആ ഉദാഹരണങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കേരളത്തിലെ നോക്ക്, ചെറുപ്പക്കാരും മണ്ണ് വാഴ്ത്തിന്നില്ല സമരം ചെയ്തത്. മുട്ടുകുത്തി മുടി മുറിച്ച് സമരം ചെയ്തില്ല. ആരാ തിരിഞ്ഞു നോക്കിയത്? ആരാ രാജിവെച്ചത്? 160 ഡിഗ്രിയിൽ വട്ടത്തിലും. ശരി, ശ്യാമരാജ് പറയുന്നതിന് അതിന്റെ അതേ അന്തസ്സത്തോടു കൂടി ഞാൻ ഉൾക്കൊള്ളുകയാണ്. അതായത് നിങ്ങൾ സമരത്തെ മര്യാദ, അതിന്റെ ജനാധിപത്യ മര്യാദയിൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു എന്നുള്ളതാണ്. ലൈവില് വീഡിയോ ഇടുന്നത് കേൾക്കേണ്ടത് ജന്തർ മന്ദറിൽ നിൽക്കുന്ന സമരം ചെയ്യുന്ന യുവാക്കളാണല്ലോ. അവർക്ക് അവിടെ ഇന്റർനെറ്റ് ഇല്ല ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെങ്ങനെ കേൾക്കും? നിങ്ങളുടെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തണ്ടേ? അതിന്റെ വ്യൂസ് എത്ര? ലൈവിന്റെ വ്യൂസ് എത്ര മില്യൺ? ആരും കേൾക്കാത്ത എനിക്ക് സംശയമില്ല. ഈ രാജ്യത്തെ ചെറുപ്പക്കാർ കേട്ടു. ഈ രാജ്യത്തെ ചെറുപ്പക്കാർ കേട്ടു. എത്രയാണെന്ന് ഒന്നോടെ എനിക്ക് തോന്നുന്നു. ഈ രാജ്യത്തെ ചെറുപ്പക്കാർ ഇത് കേട്ടു. ഈ രാജ്യത്തെ ജനങ്ങളത് കേട്ടു. റെക്കോർഡ് വ്യൂവേഴ്സ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി അദ്ദേഹം പോസ്റ്റ് ചെയ്തതിനകത്തും മിനിയാന്ന് പോസ്റ്റ് ചെയ്തതിനകത്ത് റെക്കോർഡ് വ്യൂസ്, മില്യൺസ് ഓഫ് വ്യൂ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആരും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് എങ്ങനെ ആരും പറയും? നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ്. ഒത്തില്ലല്ലേ, അത് സാരമില്ല, അത് കിട്ടും. 3 തവണ CJPയുടെ പ്രവർത്തകരുമായിട്ട് ചർച്ച നടത്തിയോ? ഇന്ന് 4ാം തവണ ആയിരുന്നല്ലോ ചർച്ച നടത്തേണ്ടിയിരുന്നത്. 3 തവണ CJPയുടെ പ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്ത് JP നഡ്ഡ നേരിട്ട് സംസാരിച്ചില്ലേ? BJPയുടെ സീനിയർ നേതാവും കേന്ദ്ര മന്ത്രിസഭയിലെ തന്നെ സീനിയർ മന്ത്രിയുമായിട്ടുള്ള ശ്രീ JP നഡ്ഡ അദ്ദേഹം നേരിട്ട് 3 തവണ സമരക്കാരുമായിട്ട് സംസാരിച്ചു. ഇനി രാജ്യത്തെ മറ്റു ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും കേൾക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ലൈവിൽ വന്ന് സംസാരിച്ചു. പുതിയ ബില്ല് വരാൻ വേണ്ടിയിട്ട് പോകുന്നു. 10 വർഷം തടവും 10 കോടി പിഴയും എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോരുന്നു. അവസാനം ധാർമ്മികമായിട്ടുള്ള അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിയും വെച്ചു. ഇതിനകത്ത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇനി എന്താണ് വാദങ്ങളുള്ളത്? ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്? ഇന്നലെ വരെ നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? മോൻ ചത്താലും മരുമോളെ കണ്ണീര് കുടിപ്പിക്കണം എന്ന ചില അമ്മായിമ്മമാരുടെ മനസ്ഥിതി അത് തന്നെ. ഇത് വൺ വേ മൻ കി ബാത്ത് മാത്രമായി പോവില്ലേ? ജൻ കി ബാത്ത് എപ്പോൾ കേൾക്കുമെന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ശ്യാമരാജിലേക്ക് മടങ്ങി വരാം. കുറെ അധികം നേരമായി നമ്മൾ സംസാരിക്കുന്നു. അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടോ? ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ട് വേണം. ആര് ചോദിച്ചത് തെറ്റാണ്? ഒറ്റ ക്ലാരിഫിക്കേഷൻ. എന്തായാലും നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ട് ഞാൻ പോണുണ്ട്. കൃത്യമായിട്ട് ചെയ്തുകൊണ്ടും കേൾക്കേണ്ട ആളെ കേട്ടുകൊണ്ടും കാണേണ്ട ആളുകളെ കണ്ടുകൊണ്ടുമാണ് ഈ ഒരു രാജ്യത്തിലോട്ട് പോയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ചിലർക്ക് നിരാശ ഉണ്ടാവാം. ഈ രാജ്യം അല്ലെങ്കിൽ ഇവിടെ ഇന്നിപ്പോ സമരം അവസാനിച്ചപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നിരാശ ഉണ്ടാവാം. എനിക്കൊരു വിഷമമില്ല.
ആ നിരാശക്കാർ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനാധിപത്യത്തിന്റെ മര്യാദപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഇന്ന് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ എടുത്തിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ പാർലമെന്റിൽ ചർച്ചയാകാമെന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ദിവസം പാർലമെന്റിൽ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മളിങ്ങനെ തർക്കിച്ചു പോയ സമയം കൂടുതലെടുക്കും. ശ്യാം, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ക്ഷമിക്കാതിരിക്കും. നീ എന്താ ഇവിടെ? നിനക്കെന്താ കോങ്കണ്ണം പിടിച്ചോ? ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീയല്ല, അവൻ എങ്ങനെ ഇവിടെ? യവൻ ലോ ലവൻ. ജെൻസിന്റെ സമരമാണ് നടന്നതെങ്കിലും അതിന്റെ ഒരു പ്രേരക ശക്തി, അതായത് തെരുവിൽ സമരം നടത്തിയപ്പോൾ ആ സമരത്തിന്റെ ഇമ്പാക്ട് സഭയിൽ ഉണ്ടാക്കിയത് ഇന്ത്യ സഖ്യ. പിണറായി ഇന്ത്യൻ പ്രതിപക്ഷത്തിന് എല്ലാവർക്കും ആദ്യം ഇതിനോടെല്ലാം മുഖം തിരിഞ്ഞു നിന്നിരുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർക്ക് രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഒറ്റക്കെട്ടായി പ്രതിപക്ഷ ശക്തികളാകെ വൈകിയാണെങ്കിലും കോൺഗ്രസ് ഉൾപ്പെടെ ആ തെണ്ടി എനിക്കിട്ട് പണിഞ്ഞോ എന്നൊരു സംശയം. പണിഞ്ഞതാ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും SFI ഉൾപ്പെടെയുള്ളവരെല്ലാം ആദ്യം മുതലേ ഇതിൻ്റെ ഒപ്പം ചേർന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. അവരെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിലൂടെ ഇവനാളൊരു സകല വല്ലവൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. പക്ഷെ ഇത്രയായിട്ടും പുള്ളി കുലുങ്ങിയില്ല. പക്ഷെ അപ്പോഴാണ് ഇതിനകത്ത് പൂഴിക്കടകൻ പ്രയോഗിച്ചത്. അതെന്താ വെച്ചാൽ നമ്മുടെ ഡബിളെ റഹീമും അതുപോലെ ജോൺ ബ്രിട്ടാസിൻ്റെ കത്തിറങ്ങി. നരേന്ദ്രമോദിക്ക് മനസ്സിലായി പ്രിയപ്പെട്ട ജോൺ ബ്രിട്ടാസും ഡബിളെ റഹീമും വെറുതെ ഇറങ്ങാനല്ല, ന്യൂഡൽഹിയിലെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മുണ്ടും പടക്കി കുത്തി തെരുവിലിറങ്ങി. അപ്പോൾ മോഡിക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല. മാത്രവുമല്ല, ഈ നമ്മുടെ SFI എന്ന് പറഞ്ഞാൽ വലിയ വിപ്ലവ വിദ്യാർത്ഥി സംഘടന ഉണ്ടല്ലോ, അവർ അഖിലേന്ത്യാ ഹർത്താലിന്, അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബന്ദിന്, സമരത്തിന് ആഹ്വാനിച്ചു. അവർക്ക് ഈ കേരളത്തിൽ മഹാരാജാസ് കോളേജിലോ അല്ലെങ്കിൽ കേരളവർമ്മ കോളേജിലോ ബ്രണ്ണൻ കോളേജിലൊക്കെ സമരം നടത്തി വിജയിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അഖിലേന്ത്യയിൽ എന്ത് SFI എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും അങ്ങനെയല്ലോ, ആഹ്വാനം കൊടുക്കുമ്പോൾ അഖില കേരളമായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനിച്ചു. ഇനി അഖില ലോക ബന്ദ് പ്രഖ്യാപിക്കും എന്നൊരു ഭീഷണി മുറിക്കുക. അത് കേട്ടപ്പോൾ പിന്നെ വേറെ മാർഗമില്ല. ഡബിളെ റഹീമായി ബ്രിട്ടാസായി. ആ ഡബിളെ റഹീമും ജോൺ ബ്രിട്ടാസും മുണ്ടും മടക്കി കുത്തി തെരുവിലിറങ്ങിയ സ്ഥിതിക്ക് പിന്നെ നരേന്ദ്രമോദിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. ഇതോടെ ഈ പാർട്ട വിപ്ലവം വിജയിച്ചു. പക്ഷേ വിപ്ലവത്തെ വിജയിപ്പിച്ചത് പാർട്ടികൾ മാത്രമല്ല, പാർട്ടികൾക്ക് സർവാത്മന പിന്തുണ നൽകിയ മാതൃഭൂമി, അതുപോലെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI മുതലായ വമ്പിച്ച അതിഭയങ്കര ജനപിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. പിന്നെ വൈകിയ വേളയിലാണെങ്കിലും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരരംഗത്തേക്ക് എടുത്തു ചാടിയ നമ്മുടെ ആംഗ്രി യങ്മാൻ രാഹുൽ ഗാന്ധി, പിന്നെ ഐതിഹാസികമായ നേതൃത്വം കൊടുത്ത ഡബിളെ റഹീം, ജോൺ ബ്രിട്ടാസ്, ഇവരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് സമരം വിജയിച്ചത്. എല്ലാ വിജയികളെയും അനുമോദിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വിപ്ലവങ്ങളും വിജയങ്ങളും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വിരസമായി പോകും എന്നവർ ഓർമ്മിപ്പിക്കുന്നു. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.